അസ്സലാമു അലൈക്കും. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇഷ്ടജനങ്ങളെ, സ്നേഹജനങ്ങളെ, നാം ഇപ്പോൾ ഉള്ളത് വിശുദ്ധമായ ശഅബാൻ മാസത്തിലാണ്. നമുക്കറിയാം, സോഷ്യൽ മീഡിയ വ്യാപകമായ ഈ ന്യൂ ജനറേഷൻ പുതിയ കാലഘട്ടത്തിൽ നാം റീൽസും മറ്റു വീഡിയോസുകളും കണ്ട് സമയം കളയേണ്ട ഒരു സാഹചര്യത്തിലല്ല ഇപ്പോൾ നാം കടന്നു പോകുന്നത്. കാരണം അല്ലാഹു തആല വലിയ ശ്രേഷ്ഠതയും മഹത്വവും നൽകിയ ദിനരാത്രങ്ങളും ദിനങ്ങളും മാസമാണ് വിശുദ്ധമായ ശഅബാൻ മാസം. ശഅബാൻ മാസവുമായി ബന്ധപ്പെട്ട മഹത്വങ്ങൾ എന്തൊക്കെയാണ്? ഈ മാസത്തിൽ നോമ്പനുഷ്ഠിച്ചാലുള്ള പവർ എന്താണ്? ഈ മാസത്തെ സ്വഹാബത്തും താബിയുകളും അയിമ്മത്തും സ്വാലിഹീങ്ങളും എങ്ങനെയാണ് കണ്ടത് എന്നത് ചെറിയ രൂപത്തിൽ നിങ്ങളെ മുമ്പിൽ എക്സ്പ്ലനേഷൻ ചെയ്തുകൊണ്ട് വിശദീകരിച്ചു തന്നുകൊണ്ട് ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് നീണ്ടുപോയാൽ ക്ഷമിച്ചുകൊണ്ട് നമ്മോട് സപ്പോർട്ട് ചെയ്തുകൊണ്ട് സ്ക്രോൾ ചെയ്യാതെ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായും നമ്മുടെ വീഡിയോ കണ്ട് നിങ്ങൾ അത് പഠിച്ച് മനസ്സിലാക്കി പ്രവർത്തിച്ച് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. അള്ളാഹു നന്മകൾ പറയാനും അത് പ്രവർത്തിക്കാനും അതനുസരിച്ച് ജീവിക്കാനും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഞാൻ വിഷയത്തിലോട്ട് കടക്കുകയാണ്. മുഅ്മിനീങ്ങളെ, വിശുദ്ധമായ ഇസ്ലാം അതിന്റെ ആവിർഭാവ കാലഘട്ടത്തിൽ തന്നെ അല്ലാഹു തആല 12 മാസങ്ങളെ നമുക്ക് നിശ്ചയിച്ചു തന്നിട്ടുണ്ട്. ഇന്ന ഇദ്ദത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹറൻ ഫീ കിതാബില്ലാഹി യൗമ ഖലഖസ് സമാവാതി വൽ അർദ് മിൻഹാ അർബഅത്തുൻ ഹുറും എന്ന് വിശുദ്ധ ഖുർആൻ ഒരു ആയത്തിൽ വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിച്ചു തന്നത് കാണാം. 12 മാസങ്ങളെ ഈ ആകാശഭൂമി സൃഷ്ടിച്ച അന്ന് തന്നെ അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മാസമാണ്, വളരെയേറെ ഗൗനിക്കേണ്ട ഒരു മാസമാണ് വിശുദ്ധമായ ശഅബാൻ മാസം. ഇമാം നസാഇ റളിയല്ലാഹു അൻഹു അവിടുത്തെ ഹദീസ് ഗ്രന്ഥത്തിൽ റിപ്പോർട്ട് ചെയ്തത് കാണാം. ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഖാൽ ഖുൽതു യാ റസൂലല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഞാൻ ഒരിക്കൽ ചോദിച്ചു, ലം അറക തസൂമു ശഹറൻ മിനശ് ശുഹൂരി മാ തസൂമു മിൻ ശഅബാൻ. നബിയെ, മറ്റു ദിവസങ്ങളിലും മാസങ്ങളിലും നോമ്പനുഷ്ഠിക്കുന്നത് പോലെ നിങ്ങൾ ശഅബാൻ മാസത്തിൽ നോമ്പനുഷ്ഠിക്കുന്നതാണല്ലോ ഞാൻ കാണുന്നത്. മറ്റു മാസങ്ങളിൽ ശഅബാൻ മാസത്തെ പോലെ നിങ്ങൾ നോമ്പനുഷ്ഠിക്കുന്നില്ലല്ലോ. എന്താണ് ഈ മാസത്തിന് ഇത്രയും പവർ, ഇത്രയും ശ്രേഷ്ഠത എന്താണ് എന്ന് ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുകയാണ്. ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദാലിക ശഹറുൻ യഗ്ഫലു നാസു അൻഹു ബൈന റജബിൻ വ റമളാൻ. ഈ ഒരു ശഅബാൻ മാസം വിശുദ്ധമായ റജബും വിശുദ്ധമായ റമളാൻ മാസത്തിനിടയിൽ വരുന്ന മാസമായതുകൊണ്ട് തന്നെ ജനങ്ങൾ ഈ മാസത്തിൽ അശ്രദ്ധവാന്മാരാണ്, പലപ്പോഴും ഈ മാസത്തെ ചിന്തിക്കാതെ പോകുന്നവരാണ്. അതുകൊണ്ട് തന്നെ വഹുവ ശഹറുൻ തുർഫഉ ഫീഹിൽ അഅമാലു ഇലാ റബ്ബിൽ ആലമീൻ ഫഉഹിബ്ബു അൻ യുർഫഅ അമലി വഅന സ്വായിമുൻ. അല്ലാഹു തആല ഈ മാസത്തിലാണ് ജനങ്ങളുടെ അമലുകളെ ആകാശത്തിലേക്ക് ഉയർത്തുന്നത്, അഥവാ അള്ളാഹുലേക്ക് അമലുകൾ കാണിക്കപ്പെടുന്നത്, വെളിവാക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നബി തങ്ങൾ പറയാണ്, ഞാൻ ഇഷ്ടപ്പെടുന്നത്, ഞാൻ ആഗ്രഹിക്കുന്നത്, താല്പര്യപ്പെടുന്നത്, ഞാനൊരു നോമ്പുകാരനായിരിക്കെ എന്റെ അമലുകൾ ഉയർത്തപ്പെടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉപദേശം നൽകുകയാണ്. അങ്ങനെ ഈ ശഅബാൻ മാസം നോമ്പനുഷ്ഠിക്കുന്നതിന് വലിയ പുണ്യമുള്ള ഒരു മാസമാണ്. അതാണ് ഒന്നാമത്തെ ഈ മാസത്തിന്റെ പോയിന്റ് നിലകൊള്ളുന്നത്. ഇനി ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി, നമുക്ക് ഷാഫി മദ്ഹബുകാരായ നമുക്ക് ഏറെ പരിചയമുള്ള ഒരു നാമമാണ്. ഈ അടുത്ത് അവിടുത്തെ ആണ്ട് കഴിഞ്ഞു. അള്ളാഹു അവിടുത്തെ ദറജ ഉയർത്തി കൊടുക്കുമാരാകട്ടെ. അവിടുത്തെ ഇൽമിന്റെ മൻഫഅത്ത് അള്ളാഹു നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നൽകുമാരാകട്ടെ. അവിടുത്തെ ഫതാവൽ കുബ്ര 2ാം വാള്യം 68 പേജിൽ പറഞ്ഞത് കാണാം, സൗമു കുല്ലു റജബിൻ മുസ്തഹബുൻ സൗമു കുല്ലി ശഅബാൻ സുന്ന. ശഅബാൻ മാസം മുഴുവനായും നോമ്പ് നോക്കുന്നത് പ്രത്യേകം സുന്നത്താണ്. അപ്പോ ശഅബാൻ മാസത്തിൽ നോമ്പനുഷ്ഠിക്കുന്നത് അത് ചെറിയ വിഷയമല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്കുകൊണ്ടും അയിമ്മത്തിന്റെ വാക്കുകൊണ്ടും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഇനി ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ സ്വഹീഹുൽ ബുഖാരിയിലും അതുപോലെ തന്നെ ഷെയ്ഖ് ജീലാനി തങ്ങൾ അവിടുത്തെ അൽ ഗുന്യയിലുമൊക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, മാ റഅയ്തുഹു സ്വാമ ഫീ ശഹരിൻ അക്സറ മിൻ സിയാമിഹി ഫീ ശഅബാൻ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ഹദീസുകളിൽ കാണാം. ആയിഷ ബീവി പറയുന്നു,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശഅബാൻ മാസത്തിൽ നോമ്പനുഷ്ഠിച്ചതുപോലെ മറ്റൊരു മാസം നോമ്പനുഷ്ഠിച്ചതായി ഞാൻ കണ്ടിട്ടേ ഇല്ല. അത്രയും വലിയ പവറാണ് ആ മാസത്തിന് ഉള്ളത് കൊണ്ട് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മാസത്തിൽ കൂടുതൽ നോമ്പനുഷ്ഠിച്ചിരുന്നത് എന്ന് ആ മാസത്തിന്റെ മഹത്വം മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നമുക്ക് പറഞ്ഞു തരികയാണ്. ഇനി രണ്ടാമതായിട്ടുള്ള ഒരു പോയിന്റ് നിലകൊള്ളുന്നത്, ഈ ശഅബാൻ മാസം എന്നുള്ളത് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ ധാരാളം സ്വലാത്ത് ചൊല്ലേണ്ട മാസമാണ്. സ്വലാത്തിന്റെ മാസമാണ് ശഅബാൻ മാസം. ഇമാം ശൈഖ് ജീലാനി തങ്ങൾ അവിടുത്തെ അൽ ഗുഞ്ഞയിൽ പറഞ്ഞത് കാണാം, വഹുവ ശഹറുൻ തുഫ്തഹു ഫീഹിൽ ഖൈറാത്ത് വതൻസിലു ഫീഹിൽ ബറകാത്ത് വതത്റുകു ഫീഹിൽ ഖതിആത്ത്. ഇതൊരുപാട് നന്മകൾ ചൊരിയുന്ന മാസമാണ്, ബറക്കാത്തുകൾ സമൃദ്ധികൾ ചൊരിയുന്ന മാസമാണ്, തെറ്റുകളെല്ലാം അള്ളാഹു മായ്ച്ചു കളയുന്ന മാസമാണ് എന്ന് ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ പറഞ്ഞുകൊണ്ട് അവസാനം ശൈഖ് ജീലാനി തങ്ങൾ പറയുന്നു, വഹുവ ശഹ്റു സ്വലാത്തി അലൻ നബിയിൽ മുഖ്താർ. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ധാരാളം സ്വലാത്ത് ചൊല്ലേണ്ട മാസമാണ്. യൂസുഫ് നബ്ഹാനി റഹ്മത്തുള്ളാഹി അലൈഹി എന്ന് പറയുന്ന സ്വലാത്തിന്റെ ലോകത്ത് ഒരുപാട് ഗ്രന്ഥങ്ങൾ ഉണ്ടാക്കിയ സഅദത്തുദ്ദാറൈൻ പോലത്തെ ഗ്രന്ഥങ്ങൾ ഉണ്ടാക്കിയ വലിയ മഹാന്റെ ശിഷ്യൻ അബ്ദുൽ ഹമീദ് റളിയല്ലാഹു അൻഹു അവിടുത്തെ കൻസുൻ നജാഹി വസ്സുറൂർ എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞത് കാണാം, ഖാലൽ ഉലമാഉ, പണ്ഡിതന്മാർ പറഞ്ഞു, റജബുൻ ഷഹ്റുൽ ഇസ്തിഗ്ഫാർ, റജബ് ഇസ്തിഗ്ഫാറിന്റെ മാസമാണ്. അതേസമയത്ത് ശഅബാൻ ഷഹ്റു സ്വലാത്തി അലൻ നബിയിൽ മുഖ്താർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ ധാരാളം സ്വലാത്ത് ചൊല്ലേണ്ട മാസം അത് ശഅബാൻ മാസമാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു വരുന്ന ഈ മാസത്തിന്റെ പ്രത്യേകതയായി പറഞ്ഞു വരുന്ന വിഷയങ്ങളിൽ ഒന്നാമത്തെ പോയിന്റ്, ഈ ശഅബാൻ മാസം ധാരാളം നോമ്പനുഷ്ഠിക്കുന്ന മാസമാണ്. രണ്ടാമത്തെ പോയിന്റ്, ഈ മാസം പിന്നെ സ്വലാത്തിന്റെ മാസമാണ് എന്നുള്ളതാണ്. വിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ അഹ്സാബിന്റെ ഒരു ആയത്തിൽ നമുക്ക് കാണാൻ പറ്റും. എന്താണ് ആ ആയത്ത്? നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ആയത്താണ്. അല്ലാഹു തആല പറയുന്നു, ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അല്ലാഹും അവന്റെ അനുയായികളായ അവന്റെ സഹചരരായ മലക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി ധാരാളം സ്വലാത്ത് ചൊല്ലുന്നു. യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. ഓ മുഅ്മിനീങ്ങളെ, നിങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി ധാരാളം സ്വലാത്ത് ചൊല്ലുക എന്ന സൂറത്തുൽ അഹ്സാബിലെ 56-ാമത്തെ ആയത്ത് നമുക്കെല്ലാവർക്കും പരിചയമുള്ള ഒരു ആയത്താണ്. സ്വലാത്തിന് കൽപ്പന ഓർഡർ ചെയ്തുകൊണ്ടുള്ള ഒരു ആയത്താണത്. ആ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ലോകപ്രശസ്ത സ്വഹീഹുൽ ബുഖാരിക്ക് വ്യാഖ്യാനം എഴുതിയ ഇമാം ഖസ്തല്ലാനി റഹിമഹുല്ലാ അവിടുത്തെ അൽ മവാഹിബുൽ ലദുന്യ എന്ന ഗ്രന്ഥത്തിന്റെ 2-ാം വാള്യം 650-ാമത്തെ പേജിൽ പറയാണ്, ഖൗലു ബഅദുൽ ഉലമാ, ചില പണ്ഡിതന്മാർ പറഞ്ഞ വാക്കാണ്, ബി അന്ന ശഹ്റ ശഅബാന ശഹ്റു സ്വലാത്തി അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ശഅബാൻ മാസം എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ധാരാളം സ്വലാത്ത് ചൊല്ലേണ്ട മാസമാണ്. ചെറിയ മാസം ഒന്നുമല്ല, ധാരാളം സ്വലാത്ത് ചൊല്ലേണ്ട മാസമാണ് ഈ ശഅബാൻ മാസം എന്നുള്ളത്. കാരണം ലിഅന്ന ആയത്ത സ്വലാത്തി യഅനി ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി നസലത് ഫീഹി. വിശുദ്ധമായ ഖുർആനിലുള്ള സൂറത്തുൽ അഹ്സാബിന്റെ 56-ാമത്തെ ആയത്ത്, ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ എന്ന് പറയുന്ന ആ സ്വലാത്ത് ചൊല്ലണമെന്ന് കൽപ്പിച്ചു കൊണ്ടുവന്ന ആയത്ത് ഇറങ്ങിയത് ഈ ശഅബാൻ മാസത്തിലാണെന്ന് ഇമാം ഖസ്തല്ലാനി റഹിമഹുല്ലാ അൽ മവാഹിബുൽ ലദുന്യയിൽ നമ്മെ പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് തന്നെ വിശുദ്ധമായ ശഅബാൻ മാസത്തിൽ നാം പിന്നെ ധാരാളം സ്വലാത്ത് ഇങ്ങനെ പറയുന്നവരാകണം. അത് സ്വലാത്തിന്റെ ഒരു മാസമാണ്. മാത്രമല്ല വിശുദ്ധമായ ശഅബാനിന്റെ 3-ാമത്തെ പോയിന്റ് കിടക്കുന്നത് ഖുർആൻ ധാരാളം ഓതേണ്ട മാസമാണ് ഈ ശഅബാൻ മാസം. ആദ്യമായി പറഞ്ഞു, ശഅബാൻ മാസത്തിലെ ഓരോ പ്രത്യേകതയാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത്. ഇത് ധാരാളം പിന്നെ നോമ്പ് നോക്കേണ്ട മാസമാണ്. രണ്ടാമതായി പറഞ്ഞു, ഇത് സ്വലാത്തിന് കൽപ്പനയുള്ള മാസമാണ്. മൂന്നാമതായി നാം ഈ മാസത്തിൽ ശ്രദ്ധിക്കേണ്ടത് ധാരാളം ഖുർആൻ ഓതി തീർക്കണം ഈ മാസത്തിൽ. കാരണം സ്വഹാബത്തിന്റെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായികളായ സ്വഹാബത്തിനെ സംബന്ധിച്ച് ഇമാം മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു അവിടുത്തെ അൽ ഗുനിയയിൽ പറഞ്ഞത് കാണാം, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അന്നഹു ഖാൽ, അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, കാന അസ്ഹാബുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ നളറു ഇലാ ഹിലാലി ശഅബാൻ അകിബു അലൽ മസാഹിഫി യഖറഊനഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബത്ത് അവർ ശഅബാൻ മാസമായാൽ മുസ്ഹഫിലേക്ക് തലകുത്തി വീഴുമായിരുന്നു. അത് ഓതാൻ വേണ്ടി അവർ ഇരിക്കുമായിരുന്നു. ധാരാളം ഖുർആൻ ഓതാൻ വേണ്ടി സ്വഹാബത്ത് ശഅബാൻ മാസമായാൽ അതിന്റെ
പിന്നെ മാസം പിറന്നാൽ അവർ ശ്രദ്ധിക്കുമായിരുന്നു. وأخرج المسلمون زكاة أموالهم يتقوى بها الضعيف والمسكين على صيام شهر رمضان. പിന്നെ പാവപ്പെട്ടവർക്ക് വേണ്ടി, മിസ്കീനുമാർക്ക് വേണ്ടി സ്വഹാബത്ത് അവരുടെ സമ്പത്തിനെ പുറപ്പെടുവിക്കുമായിരുന്നു, കൊടുക്കുമായിരുന്നു ഈ ശഅബാൻ മാസമായാൽ. വദഅൽ ഉലാത അഹ്ല സിജ്നി, ഭരണാധികാരികൾ ജയിലിൽ അകപ്പെട്ടവരെ ഒഴിവാക്കുമായിരുന്നു, വിളിച്ച് അവരെ ഒഴിവാക്കുമായിരുന്നു. ഫമൻ കാന അലൈഹി ഹദ്ദുൻ അഖാമുഹു അലൈഹി വഇല്ല ഖല്ലു സബീലഹു, അവർക്ക് എന്തെങ്കിലും ശിക്ഷകളോ മറ്റോ ഹദ്ദുകളോ നടപ്പിലാക്കാറുണ്ടെങ്കിൽ അത് നടത്തി പിന്നെ അവരുടെ വഴിക്ക്, അവരുടെ പാട്ടിന് വിടുമായിരുന്നു. വന്ദലഖത് തുജാറു ഫഖലു മാ അലൈഹിം വഖബിദു മാലഹും, കച്ചവടക്കാർ പിന്നെ അവരുടെ എല്ലാ കടകളും അവരുടെ ഷോപ്പുകളും അവരുടെ സർവ പിന്നെ കച്ചവടങ്ങളെല്ലാം പൂട്ടിക്കൊണ്ട് അവർക്ക് കിട്ടാനുള്ളത് വാങ്ങിക്കൊണ്ട് വീട്ടാനുള്ളത് വീട്ടിക്കൊണ്ട് അവർ ആ കച്ചവടത്തിന് പിന്നെ പൂർണ്ണമായും ഒഴിവായി നിന്ന് ഖുർആൻ ഓതാനും പിന്നെ നന്മകൾ ചെയ്യാനും ഈ ശഅബാൻ മാസത്തെ അവർ തിരഞ്ഞെടുക്കുമായിരുന്നു. ഹത്താ ഇദാ നളറു ഇലാ ഹിലാലി റമളാൻ, അങ്ങനെ റമളാൻ മാസം അവർക്ക് എത്തുകയാണെങ്കിൽ, അതവർ അതിന്റെ റമളാൻ മാസത്തിന്റെ മാസപ്പിറവി സംഭവിക്കുകയാണെങ്കിൽ വഗ്തസലു വഅതകഫു, അവർ കുളിച്ചുകൊണ്ട് ഇഅ്തികാഫ് ഇരുന്നുകൊണ്ട് റമളാൻ മാസത്തെ സ്വാഗതം ചെയ്യുമായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബത്തിന്റെ ചര്യയെ സംബന്ധിച്ച്, ശഅബാൻ മാസത്തിലെ അവരുടെ ആ നന്മകളെ സംബന്ധിച്ച് ഷെയ്ഖ് ജിലാനി തങ്ങൾ അവിടുത്തെ അൽ ഗുന്യയിൽ നമ്മെ പഠിപ്പിച്ചു തന്നത് കാണാം. അതുകൊണ്ട് ഒരുപാട് പിന്നെ ശ്രദ്ധിക്കേണ്ട, പിന്നെ ഖുർആൻ ഓതാൻ വേണ്ടി സമയം കണ്ടെത്തേണ്ട ഒരു മാസമാണ് ശഅബാൻ മാസം. നമുക്കറിയാം, ഖുർആൻ ഓതുക എന്ന് പറഞ്ഞത് അത് ശഅബാൻ മാസം എന്ന് മാത്രമല്ല, റമളാനിൽ എന്നല്ല, ഏത് സമയത്ത് ഖുർആൻ ഓതിയാൽ അത് വലിയ പിന്നെ ലാഭമുള്ള കച്ചവടമാണെന്നാണ് വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നത്. സൂറത്തുൽ ഫാത്തിറിന്റെ 29-ാമത്തെ ആയത്തിൽ കാണാം, ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹി വഅഖാമുസ്സലാ വഅൻഫഖൂ മിമ്മാ റസഖ്നാഹും സിർറൻ വഅലാനിയ യർജൂന തിജാറത്തൻ ലൻ തബൂറ. നിങ്ങൾ ഖുർആൻ ഓതിയാൽ, നിസ്കരിച്ചാൽ, പാവപ്പെട്ടവർക്ക് സ്വതക്ക കൊടുത്താൽ അത് വലിയ നഷ്ടമില്ലാത്ത ലാഭമുള്ള കച്ചവടമാണെന്ന് വിശുദ്ധമായ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെ മഹാന്മാരായ സ്വഹാബത്ത് വളരെയേറെ ശഅബാൻ മാസത്തിൽ ശ്രദ്ധിച്ചത് നോമ്പ് അനുഷ്ഠിക്കുന്നതോടൊപ്പം സ്വലാത്ത് ചൊല്ലുന്നതോടൊപ്പം ഖുർആൻ ഓതാനായിരുന്നു. ഇമാം ഇബ്നു റജബ് അൽ ഹംബലി റഹ്മത്തുള്ളാഹി അലൈഹി, ഹംബലി മദ്ഹബിലെ ഏറ്റവും പ്രഗൽഭനായ ഒരു പണ്ഡിതനാണ്. അവിടുന്ന് ദിവസങ്ങളെയും ആഴ്ചകളെയും പ്രത്യേകമായ മാസങ്ങളുടെയും പവർ പറയാൻ, മഹത്വം പറയാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു ഗ്രന്ഥമാണ് ലത്വായിഫുൽ മആരിഫ് എന്ന ഗ്രന്ഥം. ആ ലത്വായിഫുൽ മആരിഫിന്റെ 242-ാമത്തെ പേജിൽ കാണാം, സലമത്ത് ബിൻ ഖുഹൈൽ റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, കാന യുഖാലു ഷഹ്റു ശഅബാൻ ഷഹ്റുൽ ഖുർആൻ. ശഅബാൻ മാസം എന്ന് പറഞ്ഞാൽ അത് ധാരാളം ഖുർആൻ ഓതുന്നവരുടെ മാസമാണ്, ഖുർആൻ ഓതുന്ന ഒരു മാസമാണ് ശഅബാൻ മാസം. വകാന ഹബീബ് ഇബ്നു അബീ സാബിത്ത് ഇദാ ദഖല ശഅബാൻ ഖാല ഹാദാ ഷഹ്റുൽ ഖുർആൻ. ഹബീബ് ഇബ്നു അബീ സാബിത്ത് എന്ന് പറയുന്ന പ്രഗൽഭനായ ഒരു സ്വഹാബി അവിടുന്ന് ശഅബാൻ മാസം കടന്നു വന്നാൽ പറയുമായിരുന്നു, ഹാദാ ഷഹ്റുൽ ഖുർആൻ, ഇത് മറ്റു വിഷയങ്ങൾക്ക് ശുഗലാകേണ്ട, മറ്റു വിഷയങ്ങളിൽ കഴിയേണ്ട മാസമല്ല, ഇത് ധാരാളം ഖുർആൻ ഓതേണ്ട മാസമാണ് എന്ന് ശഅബാൻ കടന്നു വന്നാൽ ഹബീബ് ഇബ്നു അബീ സാബിത്ത് റളിയല്ലാഹു അൻഹു പറയുകയായിരുന്നു എന്ന് ഇബ്നു റജബ് അൽ ഹംബലി തങ്ങൾ അവിടുത്തെ ലതായിഫുൽ മആരിഫിൽ രേഖപ്പെടുത്തുകയാണ്. തുടർന്നുകൊണ്ട് ലതായിഫുൽ മആരിഫിൽ കാണാം, വകാന അംർ ഇബ്നു ഖൈസുൽ മലായി, അംർ ഇബ്നുൽ ഖൈസുൽ മലായി എന്ന സ്വഹാബിയായിരുന്നു ഇദാ ദഖല ശഅബാൻ, ശഅബാൻ മാസമായാൽ അഗ്ലക ഹാനൂതഹു വതഫറഗ ലിഖിറാഅത്തിൽ ഖുർആൻ, അവിടുത്തെ കടയെ, അവിടുത്തെ ഷോപ്പിനെ, അവിടുത്തെ എന്ത് കച്ചവടമുണ്ടോ വ്യാപാരങ്ങളുണ്ടോ അതിനെല്ലാം പൂട്ടി അടച്ചുകൊണ്ട് വിശുദ്ധമായ ഖുർആൻ ഓതാൻ വേണ്ടി ചടഞ്ഞ് ഇരിക്കുമായിരുന്നു, വിശുദ്ധമായ ഖുർആൻ ഓതാൻ വേണ്ടി സമയം കണ്ടെത്തുമായിരുന്നു എന്ന് സ്വഹാബത്തിന്റെ ചര്യകൾ, അവരുടെ ശഅബാൻ മാസത്തിലെ ജീവിതം ഒന്ന് നാം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് നോമ്പ് നോക്കേണ്ട, അതുപോലെ തന്നെ വിശുദ്ധമായ ഖുർആൻ ഓതേണ്ട, അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ ധാരാളം സ്വലാത്ത് ചൊല്ലേണ്ട ഈ മാസം നാം ഒരിക്കലും ഗൗനിക്കാതെ, ഇതിനെ മഹത്വവൽക്കരിക്കാതെ പോകരുത്. ഈ മാസത്തെ ഈ പ്രത്യേകതകളും ഈ പറഞ്ഞ മഹത്വങ്ങളെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട്, പ്രത്യേകിച്ചും ഇനി നമുക്ക് വരാനിരിക്കുന്ന ലൈലത്തുൽ ബറാഅ, വിശുദ്ധമായ ശഅബാൻ മാസത്തിലെ 15-ാം രാവ്, ആ ലൈലത്തുൽ ബറാഅത്തിന്റെ രാത്രി, അതിലെല്ലാം 3 യാസീനുകളും അതുപോലെ ഒരു ദുഖാൻ സൂറത്തും ഓതി അതുമായി ബന്ധപ്പെട്ട വലിയൊരു പഠന ക്ലാസ് തന്നെ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അത് വഴിയേ വരും. അപ്പോ ശഅബാൻ മാസത്തെ നാം ഒരിക്കലും ഒരു ചെറിയ വിഷയമായി കാണരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ അവിടുത്തെ ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്, യഗ്ഫുലുൻ നാസു അൻഹു ബൈന റജബി വ ശഅബാൻ, ബൈന റജബി വ റമളാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു യാഥാർത്ഥ്യമാണിത്. റമളാനും റജബിന്റെ ഇടയിൽ വരുന്ന ഒരു മാസമായതുകൊണ്ട് തന്നെ ജനങ്ങൾ ശഅബാനിൽ അശ്രദ്ധവാന്മാർ ആകുമെന്നതാണ്. അതുകൊണ്ട് ആരും ഈ മാസത്തിൽ അശ്രദ്ധവാന്മാരാകാതെ ഇവിടെ ഈ ക്ലാസ്സിൽ പറഞ്ഞ ഓരോ മഹത്വങ്ങളും
നോമ്പിന്റെയും ഖുർആനോത്തിന്റെയും അതുപോലെ തന്നെ മറ്റു സ്വലാത്തിന്റെയും മഹത്വങ്ങളെല്ലാം മനസ്സിലാക്കി ധാരാളം നോമ്പനുഷ്ഠിച്ചുകൊണ്ട് സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് ഖുർആൻ ഓതിക്കൊണ്ട് ഈ മാസത്തെ ധന്യമാക്കുക. മറ്റൊരു പ്രത്യേകതയും കൂടി ഈ ശഅബാൻ മാസത്തിലുണ്ട്. തഹ്വീലുൽ കിബില. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരുപാട് കാലം ബൈത്തുൽ മുഖദ്ദസിന് നേരിട്ടുകൊണ്ട് കിബിലയായി നിസ്കരിച്ച നബി തങ്ങൾക്ക് സൂറത്തുൽ ബഖറയിലെ ഖദ് നറാ തഖല്ലുബ വജ്ഹക ഫിസ്സമായി ഖിബ്ലതൻ തർളാഹ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ആയത്തൊക്കെ ഇറങ്ങി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കഅബയെ കിബിലയാക്കി കൊടുത്ത മാസവും കൂടിയാണ് ശഅബാൻ മാസം. അങ്ങനെ 4 പ്രത്യേകതകൾ ഉള്ള ഒരു മാസമാണ് ശഅബാൻ മാസം. അതുകൊണ്ട് ഈ മഹത്വങ്ങളൊക്കെ മനസ്സിലാക്കി നാം നന്മകൾ ധാരാളം ചെയ്യുക. അല്ലാഹു തആല ധാരാളം നോമ്പനുഷ്ഠിക്കാനും ഖുർആൻ ഓതാനും സ്വലാത്ത് ചൊല്ലാനും ഈ മാസത്തിൽ അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാരാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇത് ദുആ ചെയ്തുകൊണ്ട് ഈ വീഡിയോ തൽക്കാലം അവസാനിപ്പിക്കുന്നു. ബറാഅത്ത് നോമ്പുമായി ബന്ധപ്പെട്ടും അതിന്റെ തർക്കങ്ങളുമായും വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോയിൽ വരുന്നതായിരിക്കും. അല്ലാഹു തആല നമുക്കെല്ലാവർക്കും നന്മകൾ ചെയ്യാനുള്ള തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാരാകട്ടെ ഇൻഷാ അല്ലാഹ്.